ഹേ ഗായ്സ്, എനിക്കിന്നൊരു കല്യാണമുണ്ട്. എൻ്റെ കൂട്ടുകാരുടെ ഒരു ചേച്ചിയുടെ കല്യാണമാണ്. അപ്പോൾ നമുക്ക് ഒരുങ്ങാം. ഞങ്ങൾ ആദ്യം പോകണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ വിചാരിച്ചു എന്തായാലും പോയി കളയാം, നമ്മുടെ ലാസ്റ്റൊക്കെ ആയില്ലേ, ലാസ്റ്റല്ല തീർന്നല്ലോ, അപ്പോൾ നമുക്ക് എന്തായാലും പോകാമെന്ന് കരുതി. ഈ സാധനം ചീരുണിയുടെയാണ്, അതെടുത്ത് തേച്ചിട്ടുണ്ട്. ചീരുണ്ണിയുടെ തന്നെ കുറച്ച് സൺസ്ക്രീൻ നമുക്കെടുത്ത് തേക്കാം. ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും തേക്കാറുള്ള ആളല്ല. പിന്നെ കല്യാണത്തിന് ആയിട്ട് ഞാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേന്ന് കരുതി എന്തെങ്കിലുമൊക്കെ എടുത്ത് തേക്കും തോന്നുള്ളൂ. അപ്പോൾ കുറച്ച് സൺസ്ക്രീൻ ഇടാം. എനിക്ക് ഈ പൗഡർ കണക്കെയുള്ള സാധനങ്ങളൊന്നും ഇടാൻ ഇഷ്ടമല്ല, ഒരുമാതിരി എനിക്ക് തന്നെ തോന്നും. അപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ മുടി കെട്ടൽ മാത്രമുള്ളല്ലോ റെഡി ആവലെന്ന് ഞാൻ തന്നെ അങ്ങ് ചിന്തിച്ച് പോകും. അയ്യോ, എനിക്ക് റെഡി ആവാൻ ഇത്രയേ ഉള്ളൂല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പം ഞാൻ ചിരിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ തേക്കും. അപ്പം നമുക്ക് ഇത് തേക്കാം. സത്യം പറഞ്ഞാൽ എൻ്റെ റെഡി ആവൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും തേക്കാൻ എനിക്ക് ഇഷ്ടമല്ല. മൂത്തേതാണ് പാണ്ട് പിടിച്ച പോലെ ആവുമെന്നാണ് എൻ്റെ തന്നെ ഒരു നിഗമനം. ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് കേട്ടോ എൻ്റെ കാര്യത്തിൽ. ഗൈസ്, പൊട്ടിൻ്റെ കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ ഗോപിപ്പൊട്ട് വേണോ അല്ലെന്നുണ്ടെങ്കിൽ വട്ടപ്പൊട്ട് വേണോ എന്നിട്ടാ. ഗോപിപ്പൊട്ട് ഈ അടുത്തായിട്ട് എനിക്കെന്തോ ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പക്ഷെ വട്ടപ്പൊട്ടാണ് ഞാൻ സ്ഥിരം തൊടാറ്. ഗോപിപ്പൊട്ടന്നെ തൊടാം, നമ്മുടെ ഇഷ്ടത്തിനൊന്നും തൊടാം. സ്ഥിരം നമ്മൾ വട്ടപ്പൊട്ടല്ലേ തൊടാറ്. അപ്പം നമുക്കൊരു വെറൈറ്റിക്ക് ഗോപിപ്പൊട്ട് പിടിക്കാം. ഉണ്ട് ചിലപ്പോൾ പോണ നേരത്ത് ഞാൻ തന്നെ അങ്ങ് മാറ്റിക്കളയും, എനിക്കിഷ്ടമല്ല എന്ന് തോന്നുമ്പോഴേട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യണത്. ഞാൻ കൂടുതലും റെക്കോർഡ് ചെയ്യലാണ് പതിവ്. ഇതെങ്ങനെയുണ്ട് നോക്കട്ടെ, സെറ്റാണോ നോക്കട്ടെ. ഗൈസ്, കണ്ണെഴുതാനായിട്ടൊരു കുഞ്ഞിക്കണ്ണാട് എവിടെ ഉണ്ടായിരുന്നു, അതെവിടെയാണെന്ന് ഇപ്പോൾ കാണില്ല. നോക്കി നടന്നിട്ട് യാതൊരുവിധ കാര്യമില്ല. നമുക്ക് ക്യാമറയിൽ നോക്കി എഴുതാൻ പറ്റുമോ നോക്കാം. പറ്റില്ല. അപ്പോൾ ഞാൻ പോയിട്ട് കണ്ണെഴുതിയിട്ട് വരാം. ഞാൻ കുറച്ചിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത്. ഇനി ബാക്കി നമുക്ക് അതിൽ പോയി എഴുതാം. അല്ലാതെ തന്നെ കൊളായി കയ്യിൽ പോരും. ഇനി എൻ്റെ മൂത്ത പരിപാടികളൊക്കെ അത്യാവശ്യം കഴിഞ്ഞു. എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ അറിയുള്ളൂ. കുറച്ച് ക്രീം എടുത്ത് വരുത്തേക്ക് എന്തെങ്കിലും എന്നുള്ളത് മാത്രം. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഇത് ചീരുണ്ടി ഇന്നലെ വാങ്ങിയ ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഇത് എനിക്ക് അങ്ങനെ ഇട്ടിട്ട് മെനകേടാവുമെന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നണത്. ചീരുണിക്ക് ഇട്ടപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കരുതുന്നു ചീരുണിയുടെ ഇതല്ലങ്ങ ഈ ലിപ് ബാം ഇടാം. ഞാൻ മിക്കപ്പോഴും ലിപ് ബാമാണ് ഇടാറ്. ഇതിട്ട് നോക്കാം. ഗൈസ്, നമുക്കിനി മൂക്കുത്തി ഇടാം കേട്ടോ. ഞാൻ മൂക്കുത്തി ഓൾറെഡി കുത്തിയിട്ടുള്ള ആളാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം എൻ്റെ മൂക്കുത്തി പോയി. അപ്പം ഞാൻ ഒരാഴ്ച മൂക്കുത്തി ഇടാണ്ടിരുന്നു. അപ്പം എൻ്റെ മൂക്കുത്തിയുടെ ഓട്ട അടഞ്ഞു. പക്ഷെ ഞാനത് പിന്നെ ഇറുക്കിലേക്ക് കുത്തി കയറ്റി നോക്കി, കുറച്ച് ചോര വന്നല്ലാണ്ട് ഓട്ടയാവണില്ല. പിന്നെ എനിക്ക് മൂക്കുത്തൊട്ട അപ്പം തുമ്മൽ വരും. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം പണിയെടുക്കാൻ പോയിട്ടില്ല. രണ്ടാമത് കുത്തേണ്ട വരും മിക്കവാറും. പക്ഷേ എനിക്ക് മൂക്കുത്തി ഇടണം തോന്നിയപ്പോൾ ഞാനൊരു കുഞ്ഞു മൂക്കുത്തി ഇന്നലെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കതിടാം കേട്ടോ. എനിക്ക് ആദ്യം അലർജിയുടെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇതിപ്പോൾ വേണമെങ്കിലും പോരാം. ചെറുതായിട്ട് ചെറിയ ഓട്ടിപ്പോഴും ഉണ്ട്. കമ്മലിടാം. ഞാനങ്ങനെ വലിയ കമ്മലുകളൊന്നും ഇടാറില്ല, കുഞ്ഞു കമ്മലാണ് ഇടാറ്. പിന്നെ എനിക്കെന്തോ ഭയങ്കര ആഗ്രഹം തോന്നിയിട്ട് ഇന്നലെ പോയി വാങ്ങിയതാട്ടോ. വലിയ കമ്മലിടൽ കുറവാണ്. ഇത് ചിലപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഓവറായിട്ട് തോന്നിയിട്ട് ഞാൻ തന്നെ ഊരിക്കളയും. ഞാൻ തലേ ദിവസം വല്ലതും സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ കമ്മൽ മാത്രമാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാതും ഇങ്ങനെ നേരം വെളുക്കട്ടെ രാത്രിയാവട്ടെ എന്നൊക്കെ പറഞ്ഞാണ് വെക്കാറ്. ഇന്നിപ്പോൾ കുറച്ചും കൂടി പുരോഗമിച്ചിട്ടുണ്ട്. നേരം വെളുത്തപ്പോഴാണ് എനിക്ക് നേരായത്. അങ്ങനെ പിന്നെ ഞാൻ കരച്ചിൽ തുടങ്ങി, അയ്യോ എനിക്കൊന്നും ഇടാൻ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട്. അതാണ് എൻ്റെ സ്ഥിരം പ്രോസസ്സ്. അങ്ങനെ കരഞ്ഞ് ഞാൻ തന്നെ എൻ്റെ പഴയ ഒരു ജാമ്പവാൻ കാലത്തെ ബ്ലൗസ് ഞാൻ തപ്പിക്കൊണ്ട് വന്നു. ഇത് ഒരു 3 വർഷം മുന്നേ ഞാൻ തന്നെ തുന്നിയതാട്ടോ. എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഈ ബ്ലൗസിൻ്റെ കഥ. അതേപോലെ തന്നെ എൻ്റെ തന്നെ ഒരു കലാവിരുതായ ഒരു പാവാടയും ഇട്ടിട്ട് ഞാനൊരു ധാവണി പോലെ എടുക്കാമെന്നാണ് കരുതണത്. അത്യാവശ്യം വെളിപ്പായി കൈ പോരും. എന്നാലും കല്യാണത്തിന് പോകേണ്ടത് നമുക്ക് നിർബന്ധമാണ്. സോ എന്തെങ്കിലും ഇടണം. അപ്പം ഞാൻ കരുതി എന്തെങ്കിലും ആവട്ടെ, എൻ്റെ തന്നെ കുഴപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരാഴ്ച മുന്നാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തലേ ദിവസം രാത്രിയെങ്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും അയൽവക്കത്തെന്തെങ്കിലും കടം വാങ്ങി ഇടാമായിരുന്നു. പക്ഷെ ഇതത് പറ്റൂല. മുടിയുടെ കഥയും ഇതേപോലെ തന്നെയാണ്. രാത്രി തല കുളിച്ച് വെക്കണം എന്ന് ഞാൻ കരുതിയതാണ്. പക്ഷെ മടി എനിക്ക് വല്ലാണ്ട് ബാധിച്ചത് കൊണ്ട് നേരം വെളുത്തപ്പോഴാണ് തല കുളിച്ചത്. അതുകൊണ്ട് മുടി ഉണങ്ങിയിട്ടില്ല. മുടി ഞാനിങ്ങനെ അഴിച്ചാണ് ഇടണത്. നമ്മൾ വളകൾ സെലക്ട് ചെയ്യുമ്പോൾ പച്ച ഇടണമെന്നുണ്ടെങ്കിൽ ചുവപ്പ് വള, ചുവപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ പച്ചവള, നീല ഇടണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വള, അങ്ങനെയൊക്കെയാണ് വളകൾ ഇടാം. അങ്ങനെയാണ് ഇപ്പം ഞാൻ കാണുന്നത്. അപ്പം ഞാൻ കരുതി എൻ്റെ കയ്യിൽ ഈ കളർ വളയില്ല, അത് വേറെ കാര്യം. അപ്പം എന്തായാലും ഈ കളർ വള ഇടാം. കുപ്പി വള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഈ വള ഇട്ടിട്ടില്ല ഇതുവരയ്ക്കും. ഇങ്ങനെ ബ്ലാക്കും വൈറ്റും
ക്രോസ് ക്രോട്ടസ് ആയിട്ട് സീബ്ര ലൈൻ്റെ പോലത്തുള്ള ഈ വള ഞാൻ പറഞ്ഞാൽ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ യാതൊരു മാച്ചും തോന്നണില്ല. പക്ഷെ നമുക്കിത് ഇടാം. ഞാൻ പച്ചവള ഇടാന്നാണ് കരുതിയത്. അപ്പം അമ്മേനോട് പറഞ്ഞു പച്ചവള വേണ്ടാന്ന്. ഒന്നില്ലെങ്കിൽ ഈ പാവട അല്ലെങ്കിൽ ഈ പാവട അമ്മ എനിക്ക് തേച്ച് സെറ്റാക്കി വെച്ച് തന്നേക്കാണ്. അപ്പോൾ ഇത് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെയധികം ഇമോഷണൽ ഡാമേജ് വരാനായിട്ട് നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതാണ് എൻ്റെ യൂണിഫോം പാവട. നമുക്ക് എവിടെ പോകുമ്പോഴും ഒരു ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ട്രഡീഷണൽ ആയിട്ട് ഞാൻ അമ്പലത്തിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പെടുക്കണ പാവാടി ഇതായിരിക്കും. അതുകൊണ്ട് അമ്മ പറയണേ എപ്പോഴും ഇതന്നെല്ലാം ഇടാം. അപ്പോൾ ഇതിടാനാണ് അമ്മയുടെ അഭിപ്രായം. പക്ഷെ എനിക്ക് ഇതിടാനാണ് കുറച്ചുകൂടി ഇഷ്ടം. കണ്ടോ, ഇതാകുമ്പോൾ കുറച്ച് ഇങ്ങനെ തേച്ച് പാവാട ഞങ്ങൾക്ക് തേച്ച് തരാൻ എൻ്റെ അമ്മ ഭയങ്കര എക്സ്പേർട്ടാട്ടോ. അതെനിക്കൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ കറക്റ്റായിട്ട് ഞൊറി നിൽക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കേസാണ്. ഇങ്ങനെ ഈ സാധനം അമ്മ തേച്ച് വെച്ചേക്കണത് ഇങ്ങനെ നിവർത്താനായിട്ട്. അപ്പം ഞാൻ ഈ പാവാട തന്നെ ഇടുള്ളൂ. കാരണം അമ്മ തേച്ച് വെച്ചതാണ്. സോ ഇതന്നെ ഇടാം. ഇതാണ് നമ്മുടെ ധാവണിയുടെ ഷോളിട്ട. ഇത് വേറൊരു ടൈമിൽ വേറൊരു ബ്ലൗസിൻ്റെ കൂടെ വാങ്ങിയതാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് രണ്ടും വലിയ മാച്ച് ഇല്ലെങ്കിലും കുഴപ്പമില്ല. വൈലറ്റാണ് പറയുമ്പോൾ ഇതിൻ്റെ പേരും വൈലറ്റ്, ഇതിൻ്റെ പേരും വൈലറ്റ്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും എടുത്തേക്കാം, വേറെ ഒന്നും ഇല്ലിടാ എന്നുള്ള രീതിയിൽ ഇതന്നെ ഞാൻ തീരുമാനിച്ചു. ധാവണി നമുക്ക് ഉടുക്കാനറിയില്ല. സോ വേറെ ആരെങ്കിലും കൊണ്ട് ഉടുപ്പിച്ചിട്ട് ഞാൻ വരാം. ഓക്കെ. ധാവണി എടുത്തതിന് ശേഷം ഇതിൻ്റെ കളർ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തിയപ്പോഴേക്കും കോലം ഒരുവിധമായിട്ടുണ്ട്. അപ്പം നമ്മൾ കല്യാണം കൂടിയിട്ട് വരാം. ബൈ.